പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ചെയ്ത ഒരു ടോക്ക് കേട്ടിട്ട് ഒരു സഹോദരൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ചോദിച്ചു. അദ്ദേഹം ഒരു ചോദ്യം മാത്രമല്ല സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത്, വേറെ ചോദ്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ചേട്ടൻ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ടോക്ക് കൃപാസനത്തിൽ പറയുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു. ഈ സഹോദരൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം വിശുദ്ധ വചനം എടുത്തു വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആ ടോക്കിനകത്ത് പറഞ്ഞ കാര്യം ഇതാണ്: ഈശോയ്ക്ക് ആദ്യം പ്രാധാന്യം കൊടുത്ത് ഈശോയുടെ പേര് പറഞ്ഞ് ഈശോയ്ക്ക് മഹത്വം കൊടുത്ത ശേഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സഹോദരൻ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുലിഖിതം വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈ വചനത്തെ വെച്ചുകൊണ്ട് ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വചനത്തിൽ ആദ്യം പരിശുദ്ധാമ്മയെക്കുറിച്ചല്ലേ പറയുന്നത്, അതിനുശേഷമല്ലേ ഈശോയെക്കുറിച്ച് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായിട്ടാണ് എലിസബത്ത് ഇത് പറയുന്നത്. അപ്പോൾ ഓർക്കണം, എലിസബത്ത് എന്നുള്ള ഒരു പച്ചയായ സ്ത്രീയല്ല, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ ഒരു പക്ഷേ ദൈവം തന്നെ പറയുന്നതായിട്ടാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എലിസബത്ത് ആദ്യം അവിടെ എടുത്തു പറയുന്നത് പരിശുദ്ധാമ്മയെക്കുറിച്ചാണ്. കാരണം അവൾ പറയുന്നത് എങ്ങനെയാണ്: നീ സ്ത്രീകളിൽ അനുഗ്രഹീത. അതിനുശേഷം പറയുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരത്തിലുള്ള ഈശോയും അനുഗ്രഹീതം. അപ്പോൾ ഇവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് പരിശുദ്ധാമ്മയെക്കുറിച്ച് ആദ്യം പറയുന്നു, അതിനുശേഷം ഉദരഫലമാകുന്ന ഈശോയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവുമില്ലേ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ബൈബിളിൽ പോലും പരിശുദ്ധാമ്മയെക്കുറിച്ച് ആദ്യം പറയുന്നു, അതിനുശേഷമാണല്ലോ ഈശോയെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാമ്മയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടും ഈശോയ്ക്ക് 2-ാം സ്ഥാനം കൊടുത്തുകൊണ്ടും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബോധ്യമൊന്നും അല്ല ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ വചനത്തെ വേദപാരമ്പര്യത്തിൻ്റെ യഹൂദ ചിന്തയുടെ ദൈവശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കണം. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയായിരിക്കുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് 2 വ്യത്യസ്ത അനുഗ്രഹങ്ങളല്ല, ഒരേ അനുഗ്രഹങ്ങൾ 2 വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് പറയുന്നതാണ്. ആദ്യം പറയുന്നത് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. 2-ാമത്തെ ഭാഗം നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടത് അതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വ്യത്യസ്ത അനുഗ്രഹങ്ങളല്ല, ഒരേ അനുഗ്രഹങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറിയം യേശുവിനേക്കാൾ വലിയവളാണോ, അല്ലെങ്കിൽ യേശുവിനേക്കാൾ മുൻഗണന ഇവിടെ മറിയത്തിനാണോ വചനം നൽകുന്നത് എന്നൊന്നും അല്ല വചനം പറയുന്നത്. ഓർക്കുക, യേശുവിനെ ഗർഭം ധരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ മറിയം അനുഗ്രഹീതയായത്. ഇത് ഒരു യഹൂദ അനുഗ്രഹ ശൈലിയുടെ ഭാഗമാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവം ആദ്യ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതും അതിനുശേഷം പിന്നീട് ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയെ എടുത്തു കാണിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നോക്കുക. ഇവിടെ സ്ത്രീകളിൽ ജായേൽ അനുഗ്രഹീതയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ജായേലിനെ ദൈവത്തെക്കാൾ ഉയർത്താൻ വേണ്ടിയിട്ടല്ല, ദൈവം അവളിലൂടെ പ്രവർത്തിച്ചതിനെയാണ് ഉയർത്തി കാണിക്കുന്നത്, അല്ലെ പ്രശംസിക്കുന്നത്. അതുപോലെ തന്നെ മറിയം പറയുന്ന ആ ഒരു വാക്കുകൾ മാത്രമല്ല നമ്മൾ എടുത്തു നോക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന് 43-ാം തിരുലിഖിതം ഇവിടെ എന്താ പറയുന്നത്? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ കർത്താവ് എന്ന് പറയുന്ന പദം ദൈവത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന ശക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ്. അതാണ് ഇവിടെ എലിസബത്ത് ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എലിസബത്ത് യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വചനം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടില്ല. ഓർക്കുക, എലിസബത്ത് ഇവിടെ യേശുവിന് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത്. പിന്നെ ചില ചിന്തകര് എലിസബത്തിൻ്റെയൊക്കെ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് പൊതുവെ നാമം എടുത്തു പറയപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. അന്ന് ശ്രദ്ധ കൊടുത്തിരുന്നത് നാമത്തിലല്ല, ശ്രദ്ധ തിരിച്ചറിവിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടം തീർച്ചയായിട്ടും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം എല്ലാ മേഖലകളിലും അത് ഊന്നി പറഞ്ഞു കൊടുക്കുന്നത് അത് വലിയൊരു ദൈവമഹത്വമാണ്. മറിയത്തെ അവിടെ ഒരിക്കലും യേശുവുമായിട്ട് മത്സരിപ്പിക്കുന്നില്ല. അവിടെ മറിയത്തിലൂടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്? ഏറ്റവും നല്ലത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും യേശുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും എടുത്തു പറയുന്നതല്ല നല്ലത്. അങ്ങനെ പറയുമ്പോൾ അത് വിശ്വാസികളെ നന്നായിട്ട് വിശ്വാസം പഠിപ്പിക്കുന്നതും കൂടിയായിട്ട് മാറുകയാണ്. ഇനി എന്തിനേറെ പറയുന്നു, മറിയത്തിൻ്റെ വാക്കുകളൊന്നും എടുത്തു നോക്കാം.
ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 46-ാം തിരുലിഖിതം. മറിയം പറയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ ഇവിടെ മഹത്വം സ്വന്തമാക്കുന്നില്ല, എല്ലാ മഹത്വം കർത്താവിലേക്ക് തിരിച്ചുവിടുകയാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടും, ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കിട്ടും, ഒത്തിരി വിടുതലുകളൊക്കെ കിട്ടും. അത് വളരെ സത്യമാണ്. പരിശുദ്ധ അമ്മ അവൾക്ക് കിട്ടിയ എല്ലാ മഹത്വങ്ങളും കർത്താവിന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാകുന്ന മക്കൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ വ്യക്തമായിട്ട് കർത്താവിന് ആ മഹത്വം കൊടുത്തുകൂടെ? ആ മഹത്വം ചിന്തയിൽ ഒളിപ്പിച്ച് വെച്ചാൽ പോരാ, ആ മഹത്വം ചിന്തയിലോ ആത്മാവിലോ ആത്മീയതയിലോ ഒളിപ്പിച്ച് വെച്ചാൽ പോരാ. അവിടെയാണ് കർത്താവ് ഈ ലോകത്തിൽ സകല ജനത്തിൻ്റെ മുൻപിൽ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും മഹത്വപ്പെടുന്നത്. അവിടെയാണ് ആത്മാവിലും മനസ്സിലും ജീവിതത്തിലുമുള്ള മഹത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യക്തമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം തേടാം. ഈ ലോകമെമ്പാടും പരിശുദ്ധ അമ്മയിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നതിനും വലിയ ദൈവാനുഗ്രഹങ്ങൾ വന്ന് ഭവിക്കുന്നതിനും അനേകർ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് പരിശുദ്ധ അമ്മയിലൂടെ മനസ്സിലാക്കുവാൻ, അങ്ങനെ അനേകർ കർത്താവിലുള്ള വിശ്വാസത്തിൽ ദൃഢപ്പെടുവാനായിട്ട്, ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ, വലിയ അഭിഷേകം, വലിയ വിടുതൽ, വലിയ സൗഖ്യങ്ങൾ ഒക്കെ നൽകുവാൻ അമ്മ ഈശോയുടെ മുൻപിൽ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ഈശോയിൽ നിന്ന് ഒരു ആശീർവാദം സ്വീകരിക്കാം.